ആരാധിക്കാം, നമുക്കാരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം, അധരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം, അധരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിൻ രക്തമിന്നെൻ പാപം മോചിച്ചല്ലോ, യേശുവിൻ രക്തമിന്നെൻ രോഗം നീക്കിയല്ലോ, യേശുവിൻ രക്തമിന്നെൻ പാപം മോചിച്ചല്ലോ, യേശുവിൻ രക്തമിന്നെൻ രോഗം നീക്കിയല്ലോ. അവർ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാൽ എനിക്കാകുലം ലേശമില്ല. അവർ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാൽ എനിക്കാകുലം ലേശമില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവിൻ നൽഫലമോ എന്നിൽ നിറച്ചിടണേ, സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണേ. ആത്മാവിൻ നൽഫലമോ എന്നിൽ നിറച്ചിടണേ, സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണേ. ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കുന്നു. ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം, അധരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം, അധരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മൾ ഓരോ ദിവസവും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആത്മാവിൻ്റെ ഫലം നമ്മളിൽ നിന്ന് ഉണ്ടാകണം. നമ്മൾ ഈ ദൈവത്തെ ആരാധിക്കുന്ന മക്കളാണെങ്കിൽ, ഈ ദൈവത്തെ സ്നേഹിക്കുന്ന സേവിക്കുന്ന മക്കളാണെങ്കിൽ, ഈ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന മക്കളാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്നും എല്ലായ്പ്പോഴും എല്ലാ ദിവസങ്ങളിലും എല്ലാ സീസണുകളിലും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഫലം ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ. സ്നേഹം, സന്തോഷം, ദീർഘക്ഷമ, പരോപകാരം, ഇന്ദ്രിയജയം, വിശ്വസ്തത, അങ്ങനെയുള്ള ആത്മാവിൻ്റെ ഫലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അത്തിയെ നോക്കിയപ്പോൾ അത് അതിൻ്റെ സീസൺ അല്ലായിരുന്നു, എങ്കിലും അതിൽ നിന്ന് ദൈവം ഫലം ആഗ്രഹിച്ചു. നമ്മൾ ഓരോരുത്തരെയും ദൈവം കാത്തു പരിപാലിക്കുന്നു. ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഇതാണ്. നമ്മളിൽ നിന്നും ആ ഫലം ദൈവം എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളറിഞ്ഞ കർത്താവിനെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ, നമ്മളറിഞ്ഞ ആ ദൈവസ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും ആ ഫലം കായ്ക്കുന്നവരായിട്ട് നമുക്ക് മുമ്പിലോട്ട് പോകാം. കാരണം നമുക്കൊരു ഉറപ്പുണ്ട്, യേശുവിൻ്റെ രക്തം നമ്മുടെ പാപം മോചിച്ചു കഴിഞ്ഞു. കാൽവരി ക്രൂശിൽ യേശു നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ ആ അടിപ്പിണറുകളാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്നല്ല, സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ രോഗം ദൈവം മാറ്റി തൻ്റെ അടിപ്പിണറുകളാൽ സൗഖ്യം തന്നു. പിന്നെ ദൈവം അത് മാത്രമല്ല, ചെയ്തത് മാത്രമല്ല, ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കൃപ, ആ കാൽവരി ക്രൂശിലെ രക്തം,
അത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയും ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നു. ദൈവം നമുക്ക് സകലത്തിനും പാപമോചനമായി, രോഗസൗഖ്യമായി, അതുമാത്രമല്ല ഈ കർത്താവ് നമ്മുടെ കരതലത്തിൽ, കരങ്ങൾക്കുള്ളിൽ വഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ മുമ്പിലോട്ട് പോകാം. ദൈവമക്കൾക്ക് എന്നും വിജയമുണ്ട്. കാരണം നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ആരാധനയുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. സിംഹത്തിൻ്റെ കുഴിയിൽ ഇറങ്ങി വന്ന് സിംഹത്തിൻ്റെ വായടപ്പിക്കുവാൻ ശക്തിയുള്ളൊരു ദൈവം. ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ആമേൻ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാനും അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഒരു അവസരം കൂടെ നൽകിയല്ലോ. അതിനായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം അപ്പ. ദൈവമേ, ഒരു പുതിയ മാസത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ചയിൽ ഞങ്ങൾ കടന്നു വരുവാനും അങ്ങ് ഞങ്ങളെ വഴി നടത്തിയ വിധങ്ങളെ ഓർക്കുവാനും ഞങ്ങൾക്ക് അങ്ങ് സഹായിച്ചല്ലോ. അതിനായി സ്തോത്രം. കഴിഞ്ഞ ഒരു മാസം അത്ഭുതകരമായി ഞങ്ങളങ്ങ് നടത്തിയല്ലോ. അതിനായി സ്തോത്രം. ദൈവമേ, ഈ ഓഗസ്റ്റ് മാസത്തിലും ഞങ്ങൾക്ക് അനേകം അനുഗ്രഹങ്ങളും നന്മകളും സംരക്ഷണവും സൗഖ്യവും ഒക്കെ ഞങ്ങൾ അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അപ്പ. അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണല്ലോ. അതിനായി സ്തോത്രം. ഇന്ന് വചനം കേൾക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ കർത്താവ്, ഇന്നത്തെ വചനം ഞങ്ങൾ ഓരോരുത്തരെയും തൊടുവാനും ഇന്നത്തെ വചനം എന്ത് ഉദ്ദേശത്തോടുകൂടാണോ അങ്ങ് അയച്ചിരിക്കുന്നത് ആ ഉദ്ദേശം സാധിക്കുവാനും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു അപ്പ. ഒരുക്കമുള്ള ഹൃദയങ്ങളുമായിട്ട് ഞങ്ങളേക്ക് ഇരിക്കുവാൻ, ഇന്നത്തെ വചനം ഏറ്റെടുക്കുവാനും കർത്താവ് അത് ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയൊക്കെ വർദ്ധിപ്പിച്ച് തരുന്നതായിട്ട് മാറുവാനും ഞങ്ങൾക്ക് രോഗസൗഖ്യവും ഞങ്ങൾക്ക് വിടുതലും ആശ്വാസവും ഒക്കെ പകരുന്ന നല്ല വചനങ്ങളായി കർത്താവ് ഇന്നത്തെ വചനത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കുന്ന അടിയനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ഈ വചനം അനുഗ്രഹമായിട്ട് മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്വർഗീയ പിതാവേ, ആമേൻ. യെസ്, ദൈവനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പാടി ആരാധിച്ചതുപോലെ ഈ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുള്ള ദൈവം, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം, ഈ ദൈവം നമ്മുടെ വേദനകൾ മാറ്റുന്ന ദൈവം. നമ്മൾ പാടിയപ്പോൾ, നമ്മൾ സൂചിച്ചപ്പോഴൊക്കെയും ദൈവനാമം മഹത്വപ്പെട്ടു. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അല്പസമയം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഒരുക്കമുള്ള ഹൃദയവുമായിട്ട് നമുക്കിരിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു മാസം ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് വഴി നടത്തി. ഒരു പുതിയ മാസത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ കടന്നു വന്നിരിക്കുവാണ്. ദൈവം എന്ത് നമ്മളോട് പറയുന്നു എന്ന് കേൾക്കുവാൻ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുവാണ്. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചനം നിങ്ങൾ ഓരോരുത്തരെ സ്പർശിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 50 വരെ. വേദപുസ്തകമുള്ളവർക്ക് എന്നോടൊപ്പം ചേർന്ന് നമുക്കൊരുമിച്ച് ഈ വചനങ്ങളെ ധ്യാനിക്കാം. ഇതൊരു മനുഷ്യൻ നിങ്ങളെ പഠിപ്പിക്കുന്ന വചനങ്ങളല്ല. ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ തോന്നലുകൾ പറയുന്ന ഒരു സമയമല്ല. എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും പറയുന്ന ഒരു സമയമല്ല. പരിശുദ്ധാത്മാവായ ദൈവം, പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം അതിനെ നമുക്ക് പൊരുൾ തിരിച്ച് തരികയാണ്. നമുക്കതിനെ വ്യാഖ്യാനിച്ച് തരികയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരുടെയും അടുക്കൽ ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ അതിനെ പഠിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നുകൊണ്ട് നമുക്കിത് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു ഉപമ. സാധാരണ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടും ജനങ്ങളോട് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളെ അവരെ പഠിപ്പിക്കുവാനായി കഥകൾ പറയാറുണ്ട്, ഉപമകൾ പറയാറുണ്ട്. അതിലിവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഉപമയാണ്, അതായത് ഒരു സദൃശ്യം, അതുപോലെ മറ്റൊന്ന് എന്നുള്ള രീതിയിൽ ഇവിടെ പറയുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ വളരെ ചുരുക്കമായി ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. വീണ്ടും സ്വർഗരാജ്യം കടലിൽ വീശുന്നതും എല്ലാ ഇനം മത്സ്യങ്ങളെയും ശേഖരിക്കുന്നതുമായ വലയോട് സദൃശമാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വീണ്ടും. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ മത്തായി സുവിശേഷം ഈ 13-ാം അധ്യായത്തിൽ ഒരുപാട് ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഉപമകളും ഉള്ളത് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വർഗരാജ്യത്തെക്കുറിച്ചാണ്. സ്വർഗരാജ്യം എന്തിനോട് സദൃശ്യം? സ്വർഗരാജ്യം എന്തിനോട് സദൃശ്യം? ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ആ സ്വർഗരാജ്യത്തിൽ ചെന്ന് കയറുക എന്ന് പറയുന്നത്. ആ സ്വർഗരാജ്യത്തിൽ ചെന്നെത്തുക എന്ന് പറയുന്നത്, അത് സ്വർഗീയ സിയോനിൽ ചെന്നെത്തുക എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്. ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ അവന് ചെന്ന് താമസിക്കുവാൻ അനേകം വാസസ്ഥലങ്ങളുള്ള ആ സ്വർഗരാജ്യത്തിൽ ഇന്നവിടെ പിതാവായ ദൈവമുണ്ട്, വലതുഭാഗത്ത് വചനമായ യേശു ക്രിസ്തു നിൽപ്പുണ്ട്, അവിടുത്തെ ദൂതന്മാരുണ്ട്, കെരൂബുകളുണ്ട്, സാറാഫുകളുണ്ട്. അവിടെ എപ്പോഴും ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ദൈവപൈതലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നതും ഈ സ്വർഗരാജ്യത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്.
ഓരോ ദൈവപദങ്ങളിലും ദൈവം വിളിച്ചിരിക്കുന്നു. ഈ അറിഞ്ഞ കർത്താവിനെക്കുറിച്ചും ഈ അറിഞ്ഞ വചനത്തിലെ രഹസ്യങ്ങൾ, അതായത് ഈ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് പറയുവാൻ നമ്മൾ ഓരോരുത്തരും ദൈവം വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു തൻ്റെ അവസാന നാളുകളിലേക്ക് പോവുകയാണ്. ക്രൂശീകരണത്തിന് പോകുന്നതിന് മുമ്പായിട്ട് കർത്താവ് ശിഷ്യന്മാരെയും ജനങ്ങളെയൊക്കെ അധികമായിട്ട് പഠിപ്പിക്കുവാണ്. സ്വർഗരാജ്യം എന്താണ്, സ്വർഗരാജ്യം എന്താണ്. ഇവിടെ പറഞ്ഞ് വീണ്ടും അതായത് വീണ്ടും എടുത്ത് പറയുവാണ്. അപ്പോൾ കർത്താവ് ഒരു കാര്യം വീണ്ടും എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വാക്കിനെ നമ്മൾ പിടിക്കേണ്ട, എങ്കിലും വീണ്ടും എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. അത് കർത്താവ് അവരെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുവാണ്. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയട്ടെ എന്ന് പറയുന്ന പോലെ വീണ്ടും മറ്റൊരു ഉപമ കൂടെ പറയുവാണ്. ചില സ്ഥലങ്ങളിൽ കർത്താവ് പറഞ്ഞു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുവാണ് ആമേൻ ആമേൻ, അതിലൊരു മാറ്റവുമില്ല. അതുപോലെ പറയുവാണ്. വീണ്ടും ഒന്നുകൂടെ വായിക്കാമോ? 47 വാക്യം മുതൽ. വീണ്ടും സ്വർഗരാജ്യം കടലിൽ വീശുന്നതും എല്ലാ ഇനം മത്സ്യങ്ങളെയും ശേഖരിക്കുന്നതുമായ വലയോട് സദൃശമാകുന്നു. അപ്പോൾ സ്വർഗരാജ്യം ഒരു വലയോട് സദൃശ്യം എന്ന് പറയുന്നു. വലയോട് സദൃശ്യം, എല്ലാ തരം മീനിനെയും പിടിക്കുന്ന ഒരു വല, കടലിൽ വീശുന്ന ഒരു വല. ഇത് കായലിലല്ല, കടലിൽ വീശുന്ന ഒരു വലയാണ്. എല്ലാ തരം മീനുകളെയും പിടിക്കുന്ന ഒരു വലയോട് സദൃശ്യമാണ് ഈ സ്വർഗരാജ്യം. അപ്പോൾ സ്വർഗരാജ്യം ഈക്വൽസ് വല എന്നാണ് ഇവിടെ പറയുന്നത്. സ്വർഗരാജ്യം ഒരു വലയോട് സദൃശ്യം. ഓക്കെ, അടുത്ത വാക്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്കു കയറ്റി. അപ്പോൾ ഇത് വലയെറിഞ്ഞു, മീൻ പിടിക്കാൻ വേണ്ടി വലയെറിഞ്ഞു, അത് നിറഞ്ഞപ്പോൾ ഈ വലയെറിഞ്ഞവർ തന്നെ അതിനെ വലിച്ച് കരയ്ക്ക് കയറ്റി. അവർ ഇരുന്ന് നല്ലത് പാത്രങ്ങളിൽ ശേഖരിക്കുകയും. അവർ ഇരുന്ന ശേഷം എന്ത് ചെയ്തു? നല്ലത് പാത്രങ്ങളിൽ ശേഖരിച്ചു. നല്ല മീനുകളെ അവരുടെ പാത്രങ്ങളിൽ ശേഖരിച്ചു. ചീത്ത എറിഞ്ഞു കളയുകയും ചെയ്തു. മോശമായിട്ടുള്ളതിനെല്ലാം എറിഞ്ഞു കളയുകയും ചെയ്തു. അടുത്ത വാക്യം. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ഇത്രയും പറഞ്ഞിട്ട് കർത്താവ് പറയുവാണ്, ഇതൊരു ഉപമയാണ്. ഇതുപോലെ തന്നെ ലോകത്തിന്റെ അവസാനത്തിൽ സംഭവിക്കും. ഈ ലോകം അവസാനിക്കുന്ന നാളുകളിൽ ഇതുപോലെ സംഭവിക്കും. എന്തായിരിക്കും? വല വീശും, അതിൽ അവർ വലിച്ചു കയറ്റും, നല്ലതിനെ ശേഖരിക്കും, ചീത്തയായിട്ടുള്ളതിനെ മോശമായിട്ടുള്ളതിനെ എറിഞ്ഞു കളയും. ഇതുപോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉപമ പറഞ്ഞു. എന്നിട്ട് പറയുവാണ് ഇതുപോലെ ലോകാവസാനം സംഭവിക്കും. എങ്ങനെ? ദൂതന്മാർ വന്ന് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ എറിഞ്ഞുകളയും. യെസ്, ദൂതന്മാർ വരും. ലോകത്തിന്റെ അവസാനമാകുമ്പോൾ ദൂതന്മാർ വന്നിട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്നും ദുഷ്ടന്മാരെ വേർതിരിച്ചിട്ട് എന്ത് ചെയ്ത് കളയും എന്നാ പറഞ്ഞ്? തീച്ചൂളയിൽ എറിഞ്ഞുകളയും. തീച്ചൂളയിലേക്ക് എറിഞ്ഞുകളയും. അതായത് സ്വർഗരാജ്യത്തിലുള്ള നല്ലതിനെ മാറ്റിയതിനു ശേഷം മോശമായിട്ടുള്ളതിനെല്ലാം തീച്ചൂളയിലേക്ക് എറിഞ്ഞു കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ആ എറിയുന്ന സ്ഥലത്ത്, ഈ ദുഷ്ടന്മാർ ചെന്ന് വീഴുന്ന സ്ഥലത്ത് കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അത് കരച്ചിലും പല്ലുകടിയും ഉള്ളത് നരകത്തിലാണെന്ന് നമുക്കറിയാം. ആമേൻ, ഹല്ലേലൂയ. ഈ ദൈവം എത്ര നല്ല ദൈവം അല്ലേ! നമുക്ക് സ്വർഗരാജ്യം നമുക്ക് നൽകിയ ദൈവം, സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് നമ്മളെ മാറ്റിയ ദൈവം. അപ്പോൾ ഈ ഒരു ഉപമയിൽ നിന്നും ദൈവത്തിൻ്റെ വചനം നമ്മളോട് പ്രത്യേകമായി പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വേഗത്തിലൊന്ന് നോക്കാമോ? ഇവിടെ സ്വർഗരാജ്യം ഒരു വലയോട് സദൃശ്യം എന്ന് പറഞ്ഞിരിക്കുന്നു. വലയോട് സദൃശ്യം, കടലിൽ വീശുന്ന ഒരു വല. പ്രധാനപ്പെട്ട 2 തരം വലകളാണ് ഇന്ന് ലോകത്തിലുള്ളത്. 2 തരം വലകൾ. ഒന്നാമത്തെ വല എന്ന് പറയുന്നത് കാസ്റ്റിംഗ് നെറ്റാണ്. കാസ്റ്റിംഗ് നെറ്റ് അത് ഒരു മനുഷ്യന് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു നെറ്റാണ്. അതൊരു ബെൽ ഷേപ്പിലാണ് അത് ഇരിക്കുന്നത്. അതിനെ ത്രോ നെറ്റ് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും, മീൻ പിടിക്കാൻ പോകുമ്പോൾ ചിലർ ഒറ്റയ്ക്ക് മീൻ പിടിക്കാൻ വേണ്ടി അവരത് ഒരു റൗണ്ട് ഷേപ്പിൽ അവരെടുത്തെറിയുന്ന ഒരു വലയാണ്. അത് ഒരാൾക്ക് മാത്രമായിട്ട് തന്നെ ആ വല എറിയാം, അതിനെ വീശി എറിയാം. എന്നിട്ട് അയാൾക്ക് മാത്രമായിട്ട് തന്നെ ആ വലയെ വലിച്ച് അതിൽ നിന്ന് മീൻ പിടിക്കാനും കഴിയും. ഇത് ഒന്നാമത്തെ നെറ്റാണ്, കാസ്റ്റിംഗ് നെറ്റ്. രണ്ടാമതൊരു നെറ്റുണ്ട്, ഡ്രാഗ് നെറ്റ്. ഇത് വളരെ വലിയൊരു വലയാണ് ഈ ഒരു വല. അന്ന് കർത്താവിൻ്റെ സമയത്ത് ഈ ബൈബിൾ ഈ സംഭവം പറയുന്ന ഒരു സമയത്ത് തന്നെ ഏകദേശം 1 സ്ക്വയർ മൈൽ നീളമുള്ള, 1 സ്ക്വയർ മൈൽ വലിപ്പമുള്ള വലകൾ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. 1 സ്ക്വയർ മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 കിലോമീറ്ററിലധികം നീളമുള്ള വലകൾ. അപ്പോൾ അത് ഒറ്റയ്ക്ക് ഒരു മനുഷ്യനെ കൊണ്ട് അത് വീശി എറിയാനായിട്ട് കഴിയില്ല, കാരണം അത്രയും വലുതാണ്. അതുകൊണ്ട് തന്നെ അത് 2 വള്ളങ്ങൾ, 2 ബോട്ടുകളിലാണ് അത് കൊണ്ടുപോയി എറിയുന്നത്. അത് മീനിനെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ബോട്ടിൽ അത് കൊണ്ടുപോകുന്നു, മറ്റൊരു ബോട്ടും കൂടെ സഹായിക്കുന്നു. അങ്ങനെ 2 ബോട്ടും ചേർന്ന് കുറേ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഡ്രാഗ് നെറ്റിനെ വലിച്ചു കയറ്റാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നെറ്റ് എന്ന് പറയുന്നത് ഈ 2ാമത്തെ നെറ്റാണ്. എല്ലാത്തരം
കടലിലെ ജീവികളും ജീവജാലങ്ങളും അല്ലെങ്കിൽ മത്സ്യങ്ങളും ഒക്കെ കയറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നെറ്റാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നെറ്റ് വല വീശുമ്പോൾ ഒരു മനുഷ്യന് ഒറ്റയ്ക്കും വീശാം, എന്നാൽ ഒരു കൂട്ടമായിട്ട് കുറേ പേർക്ക് ചേർന്നും വീശാം. അങ്ങനെ ഒരു നെറ്റ് അത് വള്ളങ്ങളിൽ പോയാണ് ഈ വലയിടുന്നത്. അപ്പോൾ അതുപോലെ ഒരു നെറ്റ്. അപ്പോൾ ഈ ഒരു ഉപമ നമ്മൾ വായിച്ചപ്പോൾ ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനം തരുന്നത്. രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, സ്വർഗരാജ്യത്തിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ, ഒരു ക്ഷണം. രണ്ട്, ഒരു സെപ്പറേഷൻ, ഒരു വേർതിരിവ്, ഒരു വേർതിരിക്കൽ. അവസാന കാലത്ത് നടക്കാൻ പോകുന്ന ഒരു വേർതിരിക്കൽ. നല്ലതിൽ നിന്നും മോശമാണെന്ന് വേർതിരിക്കുക. നീതിമാൻ്റെ ഇടയിൽ നിന്നും അനീതിയുള്ളവനെ, ദുഷ്ടനെ വേർതിരിക്കുക. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ഉപമയിൽ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ സീരിയസ് ആണ്. സ്വർഗരാജ്യത്തിൻ്റെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്ന് യേശുക്രിസ്തു പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ മിസ്സായി പോകരുത്, നമ്മൾ വിട്ടുപോകരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒന്നാമത്തെ കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. കാസ്റ്റിംഗ് ആണ് പറയുന്നത്. കാസ്റ്റിംഗ് അല്ല, ഇൻവിറ്റേഷൻ. വലയെറിയുക എന്ന് പറഞ്ഞാൽ അതൊരു ഇൻവിറ്റേഷനാണ്, ഒരു ക്ഷണമാണ്, ഒരു ക്ഷണം. ഒന്ന് വായിക്കാമോ? 13:47, മത്തായി 13:47. വേദപുസ്തകമുള്ള എല്ലാവർക്കും തുറന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് ധ്യാനിക്കാം. വീണ്ടും സ്വർഗരാജ്യം കടലിൽ വീശുന്നതും എല്ലാ ഇനം മത്സ്യങ്ങളെയും ശേഖരിക്കുന്നതുമായ വലയോട് സദൃശമാകുന്നു. കടലിൽ വീശുന്ന ഒരു വലയാണ് ഈ സ്വർഗരാജ്യം എന്നത്. ഇപ്പോൾ ഈ കടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കടലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ് എൻ്റെ ആത്മീയാർത്ഥം? ഈ കടൽ എന്ന് പറയുന്നത് അത് എല്ലാത്തരം മനുഷ്യരും ഉൾപ്പെടുന്ന ഈ ലോകമാണ്. എല്ലാത്തരം മനുഷ്യരും, ഏത് ജാതിയോ, ഏത് മതമോ, ഏത് ഭാഷയോ, ഏത് നിറമോ, പണക്കാരനോ പാവപ്പെട്ടവനോ ധനവാനോ ദരിദ്രനോ എന്നുമില്ലാതെ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു കടൽ. ഒരു സെപ്പറേഷനുമില്ല, എല്ലാവരും അതിനകത്തുണ്ട്, എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും കയറാൻ പറ്റുന്ന ഒരു വലയാണ് ഇത്, സുവിശേഷം എന്ന് പറയുന്ന വല. അപ്പോൾ ഈ കടലെന്ന് പറയുന്നത് മനുഷ്യരും, വല എന്ന് പറയുന്നത് ഒരു സുവിശേഷവുമാണ്. വല, സുവിശേഷം. അപ്പോൾ ഈ സുവിശേഷം എന്ന് പറയുന്ന വലയാണ് എറിയുന്നത്. സുവിശേഷം എന്ന് പറയുന്ന വല, ഈ വല എറിയുന്നു. അപ്പോൾ കടലെന്ന് പറയുന്ന മനുഷ്യരാണ്, ഈ സുവിശേഷം എന്ന് പറയുന്ന വല, അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്ന ഒരു വല. അതിന് നല്ല വിശേഷം, യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലേക്ക് കയറാൻ പറ്റും എന്നൊരു വിശേഷം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു വലയാണ് എറിയുന്നത്. തീത്തോസ് 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. തീത്തോസ് 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. എല്ലാവർക്കും കയറാൻ പറ്റുന്ന ഒരു വലയാണിത്. എല്ലാവർക്കും കയറാൻ പറ്റും. കാരണം അത് അത്രയും വലിയ നെറ്റാണ്. നമ്മൾ നേരത്തെ കേട്ടല്ലോ, അതുപോലത്തെ ഒരു വലിയ നെറ്റാണ്. അതുകൊണ്ട് എല്ലാവർക്കും അതിനകത്ത് കയറാനായിട്ട് കഴിയും. തീത്തോസ് 2:11. എന്തെന്നാൽ സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവകൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതെ, സകല മനുഷ്യരുടെ രക്ഷയ്ക്കായി. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട, അയ്യോ ഞങ്ങൾക്ക് ക്രിസ്തീയ പാരമ്പര്യമില്ലല്ലോ, ഞങ്ങൾ മറ്റു മതങ്ങളിലാണല്ലോ, അല്ലെങ്കിൽ മറ്റു വിശ്വാസങ്ങളിലാണല്ലോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. സകല മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും രക്ഷയിലേക്ക് വരണം, എല്ലാവരും സ്വർഗരാജ്യത്തിലേക്ക് വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അല്ലേ? സകല മനുഷ്യർക്കും രക്ഷ അവൈലബിൾ ആണ്. ഒരു മനുഷ്യനെ മാറ്റി നിർത്തിയിട്ടില്ല. ഒരു മനുഷ്യൻ പോലും അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. അതാണ് പറയുന്നത്, ഈ വലയിൽ സകല മനുഷ്യരും കയറും. എല്ലാ മത്സ്യങ്ങൾക്കും കയറാൻ പറ്റുന്നൊരു വലയാണ് ഈ ഒരു വല എന്ന് പറയുന്നത്. അവിടെ നിന്ന് കുറേ പേരെ മാറ്റി നിർത്തുന്നതായിട്ടില്ല. പക്ഷെ മാറ്റി നിർത്തുന്ന ആരൊക്കെയാണെന്ന് നമ്മൾ ഈ പിന്നീടുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. 2 പത്രോസ് 3:9. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. അപ്പൊ ചിലർ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് പറഞ്ഞു ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഇതുവരെ വന്നില്ല, ഇനി കർത്താവ് വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ അവരെ നോക്കി പറയുന്നു, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ദൈവം വരുന്നില്ല, കർത്താവ് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വാക്യം വായിക്കാം. ആരും നശിച്ചു പോകാതെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. എന്തുകൊണ്ട് ദൈവം വരാൻ താമസിക്കുന്നു, കർത്താവ് വരാൻ താമസിക്കുന്നു? നമ്മളോടുള്ളൊരു ദീർഘക്ഷമ, ദൈവത്തിന് തൻ്റെ മക്കളോട് കാണുന്ന ഒരു ദീർഘക്ഷമ. എന്തിനാണ് ഈ ദീർഘക്ഷമ? എല്ലാവരും മാനസാന്തരപ്പെടണം എന്നാണ് കർത്താവിൻ്റെ ഒരു ആഗ്രഹം. നമ്മളെല്ലാവരും മാനസാന്തരപ്പെടണം. അതുകൊണ്ട് ഈ മാനസാന്തരം എന്ന് പറയുന്ന അനുഭവം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും ഈ വചനം നമ്മളെ തേടിയെത്തുന്നത്. ഓരോരുത്തർ പറയുമ്പോഴും
ഓരോ വചനം നമ്മുടെ അടുക്കിലേക്ക്, ഓരോ ദൂതുകൾ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോഴും നമ്മൾ ആ ദൈവവചനം നമ്മളോട് പറയുവാണ്, മാനസാന്തരപ്പെട്, മാനസാന്തരപ്പെട്, മാനസാന്തരപ്പെട്. ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. മാനസാന്തരത്തെക്കുറിച്ച് ഞാൻ പണ്ട് വായിച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ വീടിന് തീയിടുക എന്നുള്ളതാണ്. വീടിന് തീയിടുക, മാനസാന്തരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കേൾക്കുമ്പോൾ വീടിന് തീയിടുകയാണോ? നമ്മൾ താമസിച്ചിരുന്ന വീടിന് തീയിടുക. കാരണം വേദപുസ്തകം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി സകലവും പുതുതായിരിക്കുന്നു. അപ്പോൾ ഒരുവൻ യേശുക്രിസ്തുവിൻ്റെ വചനം സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് അവൻ രക്ഷയിലേക്ക് വരുമ്പോൾ അവൻ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അവൻ ഇതുവരെ ജീവിച്ചു വന്നിരുന്ന ഒരു വീടുണ്ടായിരുന്നു. അതായത് പഴയ സ്വഭാവങ്ങൾ അടങ്ങിയ ഒരു ജീവിതം അവനുണ്ടായിരുന്നു, ഒരു പഴയ വീട്. ആ വീടിനകത്ത് വ്യഭിചാരം ഉണ്ടായിരുന്നു, വ്യഭിചാരം നടക്കുന്ന ഒരു ജീവിതമായിരുന്നു. ആ വീടിനകത്ത് അവൻ മോഷ്ടിക്കുന്ന ഒരു വീടായിരുന്നു, അവൻ മോഷ്ടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ആ വീട് അവിശ്വാസം നിറഞ്ഞതായിരുന്നു, ആ വീട് വിഗ്രഹാരാധന ഉള്ളതായിരുന്നു, ആ വീട് മദ്യപിക്കുന്ന ഒരു വീടായിരുന്നു. അങ്ങനെ സകല കൊള്ളരുതായ്മയും ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യൻ ക്രിസ്തുവിലേക്ക് വരുവാണ്. അപ്പോൾ അവൻ വീട് മാറുകയാണ്, ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ വേണമെങ്കിൽ ഈ വ്യഭിചാരവും ഈ ആഭിചാരവും ഈ മന്ത്രവാദങ്ങളും ഈ വിഗ്രഹാരാധനയും ഈ കള്ളത്തരങ്ങളും ഈ മദ്യപാനവും എല്ലാം കൊണ്ട് താമസം മാറാം. എന്നാൽ ക്രിസ്തുവിൽ വന്നാലും ചിലപ്പോൾ അവൻ വീണു പോകാം. എന്നാൽ യഥാർത്ഥപ്പെട്ട മാനസാന്തരപ്പെടേണ്ട ഒരു ദൈവബദൽ ചെയ്യേണ്ടത് എന്താണ്? ആ പഴയ വീടിന് തീയിടുക. പ്രിയമുള്ളവരെ, തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങൾ താമസിക്കുന്ന വീടിന് തീയിടാനല്ല ദൈവവചനം പറയുന്നത്. അങ്ങനെയല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞതും ഒന്നുകൂടെ നിങ്ങൾ ഓർക്കുക. പഴയ വീടിന്, നമ്മുടെ പഴയ ശീലങ്ങളുള്ള ആ വീട്ടിന് നമ്മൾ തീയിടുക. ആ പഴയ ശീലങ്ങൾ, ആഭിചാരവും മന്ത്രവാദവും ഗൂഢോത്രങ്ങളും അല്ലെങ്കിൽ കള്ളത്തരങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സകല തിന്മകളും സകല പാപങ്ങളും സകല കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ നമ്മുടെ വ്യഭിചാരവും നമ്മുടെ മദ്യപാനം എന്നുള്ള ശീലങ്ങളും എല്ലാമുള്ള ആ വീട്ടിൽ നമ്മൾ തീയിട്ടു. അത് നശിച്ചു പോയി, ഇനി അതില്ല. യെസ്. എന്നിട്ട് നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു. അവിടെ എന്താ ഉള്ളത്? ഈ പഴയ സ്വഭാവങ്ങളൊന്നുമില്ല. അവിടെ യേശുക്രിസ്തുവുണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഓ ഹല്ലേലൂയ! ഈ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ വരണം, അല്ലേ? അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ വീട് താമസം മാറുവാണെങ്കിൽ പഴയ സാധനങ്ങളും കൂടെ കൊണ്ടങ്ങ് പോകും, അല്ലേ? പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. ഞായറാഴ്ച ഞാൻ വളരെ വിശുദ്ധനാണ്, പക്ഷേ തിങ്കളാഴ്ചയാകുമ്പോൾ ഞാൻ വീണ്ടും മദ്യപിക്കാൻ തുടങ്ങും. അടുത്ത ഞായറാഴ്ച ഞാൻ വീണ്ടും വിശുദ്ധൻ. കാരണം എന്ത് പറ്റി? യേശുക്രിസ്തുവിൽ വന്നപ്പോൾ പുതിയ സൃഷ്ടി എന്ന് നമ്മൾ മാറിയെങ്കിലും, നമ്മളത് പറഞ്ഞുവെങ്കിലും, യേശുക്രിസ്തുവിനെ ഏറ്റു പറഞ്ഞെങ്കിലും പഴയ വീടിൽ നിന്നും കുറേ കാര്യങ്ങൾ കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ തീയിടാൻ നമ്മൾ മറന്നുപോയി, അതിനെ മാറ്റി നിർത്താൻ നമ്മൾ മറന്നുപോയി. സ്വാഭാവികമായിട്ട് ശരിയാണ് പ്രിയമുള്ളവരെ, നമുക്കത് ഒരുപക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്നാൽ ഇവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. നമുക്ക് കഴിയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറ, ദൈവമേ, എന്നെക്കൊണ്ട് ഇത് നിർത്താൻ പറ്റുന്നില്ല, എന്നെക്കൊണ്ട് ഈ ഒരു ശീലം ഒഴിവാക്കാൻ പറ്റുന്നില്ല, ഈ സ്വയഭോഗം എന്ന് പറയുന്ന ശീലം എന്നെക്കൊണ്ടത് മാറ്റാൻ പറ്റുന്നില്ല, ദൈവമേ എന്നെ സഹായിക്കണമേ. ഈ മദ്യപാനം എന്നെക്കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല, എനിക്ക് ആഗ്രഹമുണ്ട് നിർത്തണമെന്ന്, പക്ഷേ എനിക്കത് പറ്റുന്നില്ല, ദൈവമേ എന്നെ സഹായിക്കണമേ. അപ്പോൾ വരും നമ്മളെ സഹായിക്കുന്ന കരങ്ങൾ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സഹായത്തിന് വേണ്ടി നമ്മൾ സ്വർഗത്തിലേക്ക് നമ്മൾ സഹായം ചോദിക്കുമ്പോൾ, ദൈവത്തെ നോക്കി നമ്മൾ സഹായം ചോദിക്കുമ്പോൾ അവിടെ നിന്നും വരും നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ. ഓക്കെ, നമുക്ക് വീണ്ടും ഈ വേദപുസ്തകത്തെ ഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ എല്ലാവരും രക്ഷപ്പെടണമെന്നും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെടണം, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടണം. 1 തിമോഥെയോസ് 2:4. 1 തിമോഥെയോസ് 2:4. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും. അപ്പോൾ ഒന്നാമതായി ദൈവം ആഗ്രഹിക്കുന്നതാണ് സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം, രക്ഷിക്കപ്പെടണം. ആ രക്ഷ നമുക്ക് വേണം, രക്ഷ പ്രാപിക്കണം. എന്തിനാ രക്ഷ? നമ്മൾ ഓരോരുത്തരും ചെയ്ത പാപത്തിൻ്റെ കണക്കനുസരിച്ച് പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു. ഈ മരണം എന്ന് പറയുന്നത് പാപം ചെയ്ത ഏവനും പോകുന്ന നരകത്തിലേക്കാണ്. എന്നാൽ ഈ പാപം ചെയ്ത് നരകത്തിലേക്ക് പോകുന്ന ആ ഒരു ശിക്ഷാവിധിയിൽ നിന്നും അവന് മോചനം വേണമെങ്കിൽ അവൻ ഒരേ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. യേശു ക്രിസ്തുവിൽ അവന് വിശ്വസിച്ചാൽ അവന് തിരിച്ച് ആ ശിക്ഷയിൽ നിന്നും രക്ഷയിലേക്ക് വരാം. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്? കാരണം ഞാൻ ചെയ്ത പാപങ്ങൾക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾക്കും ഇനി ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്കൊക്കെ പ്രായശ്ചിത്തമായി ഒരാൾ കാൽവരി ക്രൂശിൽ മറുവിലയായിട്ട് മരിച്ചു. ഞാൻ മരിക്കേണ്ട സ്ഥലത്ത് എനിക്ക് പകരമായി യേശു ക്രിസ്തു മരിച്ചു. ആ യേശു ക്രിസ്തു ഒരു മനുഷ്യനല്ല, ഒരു മനുഷ്യൻ മാത്രമല്ല, അത് പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായിരുന്നു. ആ സ്വന്തം പുത്രനെ മറുവിലയായിട്ട് നമുക്ക് വേണ്ടി നൽകിയ ആ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അല്ലേ,
ആ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ആമേൻ. ആ ദൈവം അധികാരം തന്നിരിക്കുവാണ് ദൈവത്തിൻ്റെ മകനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ദൈവമക്കളാകുവാനും. അപ്പോൾ രക്ഷ പ്രാപിക്കണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇത്രയും കാലം ഞാൻ ചെയ്തുകൊടുക്കുന്ന പാപങ്ങളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, യെസ്, യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി എന്ന് ഞാൻ വിശ്വസിക്കുകയും അത് ഞാൻ വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ യെസ്, ഞാൻ രക്ഷിക്കപ്പെടുകയാണ്. സക്കായുടെ വീട്ടിലേക്ക് യേശു പോകുന്ന സമയത്ത് അവിടെ ഏറ്റവും അവസാനം പറഞ്ഞത്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. എന്തുകൊണ്ട് യേശു അവൻ്റെ വീട്ടിൽ പോയി അവന് രക്ഷയുടെ അനുഭവം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ കണ്ട സമയത്ത് തന്നെ സക്കായി ഒരു കാര്യം ചെയ്തു, പാപങ്ങളെ ഏറ്റുപറഞ്ഞു. കർത്താവേ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞു എന്ന് പറഞ്ഞ് സക്കായി ഏറ്റുപറഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ അവനൊരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവൻ്റെ വീട്ടിലേക്ക് കർത്താവ് പോകുന്നതും അവൻ്റെ വീട്ടിൽ രക്ഷയുടെ അനുഭവം വന്നു. അങ്ങനെ സക്കായി വിശ്വസിച്ചതുകൊണ്ട് ആ ഒരു മുഴു കുടുംബം രക്ഷ പ്രാപിച്ചുവെങ്കിൽ ഇന്ന് പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങൾ മാനസാന്തരപ്പെടാൻ തയ്യാറായി, രക്ഷിക്കപ്പെടാൻ തയ്യാറായി യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശു നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഈ വീടെന്ന് പറയുന്നത് ഈ നമ്മുടെ ശരീരമാകുന്ന വീടിനകത്തേക്ക് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവും നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് വചനം നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ ധൈര്യമായിട്ട് നമുക്കിരിക്കാം, അല്ലേ? അപ്പോൾ ദൈവം നമ്മുടെ ശരീരങ്ങളിലേക്ക് വന്ന് വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരങ്ങളിൽ രൂപാന്തരം ഉണ്ടാകുന്നു. നമ്മുടെ വീടുകൾക്കകത്തും ദൈവം വസിക്കുന്നു. വീടുകളും മാറുന്നു. കുടുംബത്തിലുള്ള ഓരോരുത്തരും, ഭാര്യ, ഭർത്താവ്, മക്കൾ, താമസിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ രക്ഷ പ്രാപിക്കണം. ഒന്നുകൂടെ വായിക്കാം. രണ്ടാമത് മറ്റൊരു കാര്യം കൂടെ പറയാം. ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന്, നമ്മൾ രക്ഷ പ്രാപിക്കണം. 1 തിമോഥെയോസ് 2:4, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരുവാനും ആഗ്രഹിക്കുന്നു. അപ്പൊ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ രക്ഷ പ്രാപിച്ചാൽ മാത്രം പോരാ, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണം. സത്യം എന്താണ് സത്യം? എല്ലാവരും പറഞ്ഞു, സത്യം എന്നൊരു കാര്യമുണ്ട്. അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്നും ഞങ്ങളെ സത്യത്തിലേക്ക് നയിച്ചാലും. സത്യം എന്താണ്? സത്യം ഒരാൾ മാത്രമാണ് വന്ന് ധൈര്യത്തോടുകൂടെ വിളിച്ച് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു എന്ന് പറഞ്ഞ ഒരേ ഒരാൾ മാത്രമുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ യേശു ക്രിസ്തുവാണ് സത്യം. അപ്പോൾ എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണം എന്നാണ് ദൈവം ആഗ്രഹിച്ചത്. സത്യത്തിൻ്റെ പരിജ്ഞാനം. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നമ്മൾ ഓരോരുത്തരും വളർന്ന് പരിജ്ഞാനം പ്രാപിക്കണം. കർത്താവ് പറഞ്ഞ വചനങ്ങളിൽ നമ്മൾ പരിജ്ഞാനമുള്ളവരായിട്ട് തീരണം. സത്യത്തിൻ്റെ പരിജ്ഞാനം. യേശു ക്രിസ്തു എന്ന് പറയുന്നത് തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ഈ വചനം ദൈവമായിരുന്നു. ഈ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു. അതാണ് യേശു ക്രിസ്തു. അപ്പോൾ ആ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ വചനത്തിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതൊരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ഞായറാഴ്ച മാത്രമുള്ള ദൂതുകളിലൂടെ മാത്രം കഴിയുന്ന ഒരു കാര്യമല്ല. എല്ലാ ദിവസവും ഈ ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും അത് പഠിക്കുവാനും നമ്മൾ തയ്യാറാകണം. അത് ധ്യാനിക്കുവാൻ തയ്യാറാകണം. ഈ വചനത്തിൻ്റെ ആഴങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവെ അങ്ങ് എന്താണ് ഈ വചനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തിപരമായിട്ട് അത് പഠിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. നമുക്ക് സ്വർഗത്തിൽ നിന്നും പരിജ്ഞാനം വരും. ഓരോ വാക്കുകളുടെയും അർത്ഥം, ഓരോ വചനത്തിൻ്റെയും ആഴം എന്താണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ രക്ഷ പ്രാപിക്കണം. രണ്ടാമതായി നമ്മൾ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണം. എന്നാൽ മാത്രമേ നമ്മൾ പാടുന്ന പോലെ യേശുവെ പോലെ ആകുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. യേശുവിൻ വാക്ക് കേൾക്കുവാൻ, അല്ലേ, അത് കാക്കുവാൻ. അതുപോലെ അപ്പോൾ ദൈവത്തെ പോലെ ആയിത്തീരണം. എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. റോമർക്ക് ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം. ദൈവം ആഗ്രഹിച്ചിട്ട് ചുമ്മാതിരുന്നില്ല. എല്ലാ മനുഷ്യരും രക്ഷപ്പെടണം, എല്ലാ മനുഷ്യരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞിട്ട് ദൈവം ചുമ്മാതിരുന്നൊന്നുമില്ല. റോമർ 8:32 നമുക്ക് വളരെ പ്രചോദനം നൽകുന്ന ഒരു വാക്യമാണ്. സ്വന്തം പുത്രനെ ഒഴിവാക്കാതെ, സ്വന്തം പുത്രനെ ഒഴിവാക്കാതെ. അപ്പം മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പഴയ നിയമപ്രകാരം എല്ലാ ആഴ്ചകളിലും അവൻ പോകുന്നു യാഗമർപ്പിക്കുവാൻ. ചെയ്ത പാപത്തിനനുസരിച്ചുള്ള യാഗം
ആടുകളെ യാഗം അർപ്പിക്കുന്നു, കാളകളെ യാഗം അർപ്പിക്കുന്നു. അങ്ങനെ യാഗം 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 നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊരു അവസാനമില്ല. മനുഷ്യൻ പാപം ചെയ്യുന്നു, യാഗം കൊടുക്കുന്നു. മനുഷ്യൻ പാപം ചെയ്യുന്നു, യാഗം അർപ്പിക്കുന്നു. അത് നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ കർത്താവ് ദൈവം തന്നെ തീരുമാനിച്ചു, ഇതിന് ഒരവസാനമുണ്ടാകണം. അതിനെന്ത് ചെയ്യാം? ഒരു മറുവിലയായിട്ട് എൻ്റെ പുത്രനെ തന്നെ കൊടുക്കാമെന്ന് ദൈവം തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ബന്ധുജനങ്ങളിൽ ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോ ആരെങ്കിലും ഒരാൾ ജയിലിൽ കിടക്കുവാണ്, വധശിക്ഷയ്ക്ക്, അവർ ചെയ്ത തെറ്റിന് അവരെ കോടതി ശിക്ഷിച്ച് വധശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചു. അപ്പോൾ നമ്മൾ ആ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി പല രാഷ്ട്രീയ നേതാക്കളൊക്കെ കണ്ട് നമ്മൾ ഗവൺമെൻറ്റിലൊക്കെ ഒരു പേപ്പർ കൊടുത്തു. ഉദാഹരണം മാത്രമാണ്. അങ്ങനെ ഒരു പേപ്പർ കൊടുത്തു, ഗവൺമെൻറ്റിൽ നിന്നും നമുക്കൊരു ഓർഡർ വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവൻ മരിക്കണ്ട, പകരമായിട്ട് ഒരാൾ മരിച്ചാൽ മതി, പകരമായിട്ട് ഒരാൾ. അപ്പോൾ തിരിച്ച് ഈ ഗവൺമെൻറ് ഒരു പക്ഷേ നമ്മളോട് ചോദിച്ചാൽ, നിങ്ങളുടെ മകനോ മകളോ ആരെങ്കിലും ആയിരിക്കണം പകരമായിട്ട് മരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും കൊടുക്കുമോ? പ്രിയമുള്ളവരെ, നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കാം, അവർക്ക് വേണ്ടി ഒരാളിന് മറുവിലയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെയും നമ്മൾ കൊല്ലുവാനായിട്ട് കൊടുക്കുമോ? എന്നാൽ ഇവിടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോടുള്ള സ്നേഹം കണ്ടിട്ട് നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി സ്വന്തം പുത്രനെ ഒഴിവാക്കാതെ, വായിക്കാം, സ്വന്തം പുത്രനെ ഒഴിവാക്കാതെ അവനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, നമുക്കെല്ലാവർക്കും വേണ്ടി, നമ്മൾ മരിക്കേണ്ടുന്ന സ്ഥലത്ത്, നമ്മുടെ പാപങ്ങൾ കാരണം നമ്മൾ ശിക്ഷിക്കേണ്ടുന്ന സ്ഥലത്ത് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്ന ദൈവം അവനോടുകൂടെ, ആ യേശുവിനോട് കൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? സകലതും നമുക്ക് തരാതിരിക്കുമോ? ഇംഗ്ലീഷ് ബൈബിൾ ഫ്രീ ആയിട്ട്, അതായത് സൗജന്യമായിട്ട് നമുക്ക് തരാതിരിക്കുമോ? യേശു ക്രിസ്തുവിനെ നമുക്ക് നൽകിയത് സൗജന്യമായിട്ടാണ്. അപ്പോൾ യേശുവിനെ തരാമെങ്കിൽ യേശുവിനോടൊപ്പം സകലവും നമുക്ക് തരും. ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഈ രക്ഷ സൗജന്യമായിട്ട് തരും. ഈ സ്വർഗരാജ്യം സൗജന്യമായിട്ട് തരും. നിനക്കുള്ള സൗഖ്യം സൗജന്യമായിട്ട് തരും. നിനക്കുള്ള ആശ്വാസം സൗജന്യമായിട്ട് തരും. നിനക്കുള്ള വിടുതൽ സൗജന്യമായിട്ട് തരും. ചെറിയ കാര്യമാണ് ദൈവം പറയുന്നത്. രക്ഷയിലേക്ക് വാ, മാനസാന്തരപ്പെട് എന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ രക്ഷ സൗജന്യമാണ്. അതിന് പണം കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല. സഭകളിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മെമ്പർഷിപ്പുകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ സ്വർഗരാജ്യത്തിലേക്ക് കയറാൻ എല്ലാം ഫ്രീ ആണ്. കാരണം കർത്താവിനെ നമുക്ക് ഫ്രീ ആയിട്ടാണ് ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയത്, വളരെ ഫ്രീ ആയിട്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യമായുള്ള സകലവും അതിനോടൊപ്പം തന്നെ സൗജന്യമായിട്ട് ദൈവം തരും. ആമേൻ. അതിൽ നമുക്ക് വിശ്വസിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 6-ാം വാക്യം. അപ്പോൾ സ്വന്തം പുത്രനെ കർത്താവ് സ്വർഗസ്ഥനായ ദൈവം ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നമുക്ക് നൽകി. യെശയ്യാവ് 53:6. നാം എല്ലാവരും ആടുകളെ പോലെ വഴിതെറ്റിപ്പോയിരുന്നു. എന്തുകൊണ്ടാണ് സ്വന്തം പുത്രനെ നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ആടുകളെ പോലെ വഴിതെറ്റിപ്പോയിരുന്നു. ഒരു ഇടയന് 100 ആടുകൾ ഉണ്ടായിരുന്നിരിക്കട്ടെ, ഇതൊരു ഉപമയാണ് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. 100 ആടുകൾ ഉണ്ടായിരുന്ന ഒരു ഇടയൻ, ആ ഇടയൻ ആടുകളെ കൊണ്ടുപോകുമ്പോൾ ഒരു ആട് വഴിതെറ്റി തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടി തൻ്റെ വഴികൾ അങ്ങ് പോയി. എല്ലാവരും 99 ഒരുമിച്ച് പോവുകയാണ്, ഒരെണ്ണം മാത്രം വഴിതെറ്റിപ്പോയി. എന്നാൽ ആ ആടിനെ, കാണാതെ പോയ ആ ആടിനെ തിരിച്ചു കൊണ്ടുവരുവാണ് ദൈവം. ആ നല്ല ഇടയൻ, അതാണ് നല്ല ഇടയൻ അല്ലേ? കാണാതെ പോയ ആടിനെ തിരിച്ചുകൊണ്ട്. അപ്പോൾ ഇതുപോലെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മളെല്ലാവരും ഇതുപോലെ എങ്ങനെയുള്ളവരായിരുന്നു? ആടുകളെ പോലെ വഴിതെറ്റിപ്പോയിരുന്നു. ഇതുപോലെ വഴിതെറ്റിപ്പോയ ആളുകളായിരുന്നു ഞാനും നിങ്ങളും എല്ലാവരും. നാം ഓരോരുത്തരും അവനവന്റെ വഴിയിലേക്ക് തിരിഞ്ഞിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ വഴികൾ. ദൈവം ഒരു വഴി പറഞ്ഞിരുന്നു, ആ വഴിയെ പോകാതെ ഇല്ല, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പോകുന്നു. എൻ്റെ വഴികൾ, എൻ്റെ കുടുംബം, എൻ്റെ ആലോചന, എൻ്റെ ജോലി, എൻ്റെ പദ്ധതികൾ എന്ന് പറഞ്ഞ് എൻ്റെ വഴികളിൽ ഞാൻ പോയിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. എന്നാൽ ദൈവം എന്ത് ചെയ്തു? നമ്മൾ നമ്മുടെ വഴി പോയി നമ്മൾ കാണിച്ച കുഴപ്പങ്ങളും അകൃത്യങ്ങളും എല്ലാം ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. പ്രിയമുള്ളവർ, എത്ര വലിയ സ്നേഹം! മഹൽ സ്നേഹം, വാക്കുമാറാത്ത സ്നേഹം, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ പറ്റാത്ത സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം. ഈ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഒന്നും നമുക്ക് അളവുവാൻ കഴിയുകയില്ല. ആമേൻ. എത്ര വലിയ സ്നേഹം കൊണ്ട് ദൈവം നമ്മളെ സ്നേഹിച്ച് വീണ്ടെടുത്തിരിക്കുന്നു അല്ലേ? നമ്മൾ വഴിതെറ്റി നമ്മുടെ വഴികളിൽ നടന്നു. നമ്മുടെ അകൃത്യങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ മേൽ തൻ്റെ സ്വന്തം പിതാവ്, സ്വർഗസ്ഥനായ പിതാവ്
കൊടുക്കുവാണ്, യേശുക്രിസ്തുവിൻ്റെ മേലാക്കുകയാണ് ആ അകൃത്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരുവിൻ എന്ന് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുവാണ്. ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരുവൻ. അത് പുതിയ നിയമത്തിലും പറഞ്ഞു, നിക്കോദേമോസിനോട് പറഞ്ഞു പുതുതായിട്ട് ജനിക്കണം. രണ്ടുപേര് പ്രധാനമായിട്ട് പുതിയ ജനിച്ച വ്യക്തികളെ നമുക്കറിയാമല്ലോ. ഒന്ന് നിക്കോദേമോസ് മതഭക്തനായിരുന്നു. നിക്കോദേമോസ് പള്ളിയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നവനായിരുന്നു. എല്ലാ ദിവസവും ആരാധനയ്ക്ക് പോകുന്നു, മാസവരി കൊടുക്കുന്നു, കാണിക്ക കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവാണ്, സഭയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ നിന്ന് നിക്കോദേമോസിനോട് യേശുക്രിസ്തു പറഞ്ഞു, നിനക്ക് ദൈവരാജ്യത്തിൽ കയറണോ, നീ പുതുതായിട്ട് ജനിച്ചേ പറ്റുള്ളൂ. പുതുതായിട്ട് ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ നിക്കോദേമോസിനോട് പറഞ്ഞു. രണ്ടാമത് ക്രൂശിൽ കിടന്ന കള്ളൻ, അവൻ്റെ ജീവിതത്തിൽ ഇനി സമയമില്ല, അവനും പുതുതായിട്ട് ജനിക്കണമായിരുന്നു ദൈവരാജ്യത്തിലേക്ക് കയറുവാൻ. പ്രിയമുള്ളവരെ, നമ്മൾ പുതുതായിട്ട് ജനിച്ചാൽ മാത്രമേ ഈ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് നമുക്ക് മാറുവാനായിട്ട് കഴിയുള്ളൂ. പുതുതായിട്ട് ജനിക്കണം അല്ലേ? ക്രൂശിലെ കള്ളൻ രക്ഷപ്പെട്ടത് അവൻ്റെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ടല്ല, അവൻ്റെ നല്ല പ്രവൃത്തികൾ കൊണ്ടല്ല, അവൻ്റെ ഗുണമേന്മ കൊണ്ടിട്ടൊന്നുമല്ല. എന്നാൽ അവൻ്റെ വിശ്വാസം, ദ ഫെയ്ത്ത് ഇൻ ജീസസ്, യേശുവിലുള്ള അവൻ്റെ വിശ്വാസം കാരണം അവൻ രക്ഷപ്പെട്ടുവെങ്കിൽ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും യേശുവിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് ജാതിയോ ഏത് മതമോ ഏത് വർഗമോ ഏത് വർണ്ണമോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ രക്ഷ സൗജന്യമായിട്ട് ദൈവം തരാൻ തയ്യാറാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 29 വരെ. 1 കൊരിന്ത്യർ 1:26 മുതൽ 29 വരെ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ വിളിയെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും ആ പാപത്തിൻ്റെ ഫലമായ മരണത്തിൽ നമ്മളെ വീണ്ടെടുത്ത് കൊണ്ടുവന്നത് വെറുതെ എന്തെങ്കിലുമൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് വലിയ വീടുകൾ വെക്കുവാനും വലിയ കാറ് വാങ്ങുവാനും വലിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനും നമ്മുടെ ബിസിനസ്സുകൾ ഉയർത്തുവാനും വേണ്ടിയിട്ടല്ല യേശു ക്രിസ്തു യാഗമായത്. നമുക്കോരോരുത്തർക്കും ഒരു വിളിയുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ മരിക്കുവാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് ഒന്നുകൂടെ പറഞ്ഞത്. ഒന്നുകൂടെ വായിക്കാമോ? സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെക്കുറിച്ച് ചിന്തിക്കുക. അതെ, നിങ്ങളുടെ വിളിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ വിളി എന്താണ്? നിങ്ങളെ ദൈവം എന്തിനു വിളിച്ചു? എന്തിന് നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടുന്ന നിങ്ങളെ എന്തുകൊണ്ട് തിരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ സ്വർഗരാജ്യത്തിലേക്ക് എന്തുകൊണ്ട് നിങ്ങളെ വിളിച്ചു കയറ്റി? അല്ലെങ്കിൽ ഈ സുവിശേഷം തന്ന് നിങ്ങളെ എന്തുകൊണ്ട് തിരിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ വിളിച്ചു കയറ്റി? എൻ്റെ ഇഷ്ടമല്ല ഞാൻ ക്രിസ്തുവിലേക്ക് വന്നത്, ദൈവത്തിന് എന്നെ ആവശ്യമാണ്. അതാണ് പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിന് ദൈവം എന്നെ തിരഞ്ഞെടുത്തു? അതൊരു വലിയ ചോദ്യമായിരിക്കണം. നിങ്ങളെ വിളിയെക്കുറിച്ച് നിങ്ങൾ ഓരോ ദിവസവും ചിന്തിക്കണം. ദൈവമേ, എന്നെ എന്തിന് വിളിച്ചു? നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ വിളി അറിയില്ല എങ്കിൽ ഇന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കും, ദൈവമേ, എന്നെ എന്തിന് വിളിച്ചു? വെറുതെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ? അനേകർക്കൊരു അനുഗ്രഹമാക്കാൻ വേണ്ടിയിട്ടാണോ? മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണോ? മറ്റുള്ളവരോട് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണോ? എന്നെ എന്തിന് വിളിച്ചു? അതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഓക്കെ, വായിക്കാം. ലോകത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് അതെ, ജ്ഞാനികൾ ഏറെയില്ല. ലോകത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ജ്ഞാനികൾ ഏറെയില്ല. ജ്ഞാനികളുണ്ട്, എന്നാൽ ഏറെയില്ല. ആ എണ്ണം കുറവാണെന്നാണ് ഇവിടെ പറയുന്നത്. ലോകത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ജ്ഞാനികൾ ഏറെയില്ല. ബലവാന്മാരേറെയില്ല, ശക്തിയുള്ള ബലവാന്മാരും ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ അപ്പൊ ദൈവം എന്താ ചെയ്തത്? അപ്പൊ ലോകത്തിന്റെ പ്രകാരം ഇങ്ങനെ ജ്ഞാനികളും ബലവാന്മാരും ബുദ്ധിയുള്ളവരും കഴിവുള്ളവരും പ്രാഗൽഭ്യമുള്ളവരും ഒക്കെ കുറവാണ്, ഏറെയില്ല, വളരെ കുറവാണ്. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം എന്ത് ചെയ്തു? ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ലോകത്തിൽ ലോകം കണക്കാക്കി ഇവർക്ക് ബുദ്ധിയില്ല, ഇവർ പഠിക്കത്തില്ല, ഇവരിങ്ങനെയാണ്, ഭോഷന്മാരാണ്, ലോകം കരുതിയവരെ ദൈവം തിരഞ്ഞെടുത്തു. 12 പേര് മീൻപിടുത്തക്കാരായിരുന്നു. ചിലർ പാപികളായിരുന്നു. അവരെ ദൈവം തിരഞ്ഞെടുത്തു. ലോകം പറഞ്ഞു, ഓ, ഇവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞ് അന്ന് പരീക്ഷന്മാരും അന്ന് യഹൂദ മതത്തെ അതിനനുസരിച്ച് പഠിച്ചു വന്നിട്ടുള്ള റബ്ബിമാരും അന്ന് അവരൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലത്ത് അവർക്ക് മാത്രമേ, ന്യായശാസ്ത്രികൾ, അവർക്ക് മാത്രമേ അന്ന് തോറ പഠിച്ചിട്ട് ചുരുളുകൾ പഠിച്ചിട്ട് അവർക്ക് മാത്രമേ പ്രസംഗിക്കുവാൻ കഴിയുകയുള്ളൂ. അവർക്ക് മാത്രമേ ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ വഴികളെ പറഞ്ഞു കൊടുക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു സ്ഥലത്ത് ഇതാ വരികയാണ് 12 പേരുമായിട്ട് ഒരാൾ വരുവാണ്. അതും കൂടെയുള്ളവരെല്ലാം ലോകപ്രകാരം ഭോഷന്മാരായിട്ട് തോന്നുന്നവർ, ലോകപ്രകാരം ബുദ്ധിയില്ലാന്ന് തോന്നുന്നവർ, ബലമില്ലാത്തവർ, ജ്ഞാനികളല്ലാത്തവർ, അവരെ ദൈവം തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ഇതുകൊണ്ടാണ് ദൈവം എന്നെയും നിന്നെയൊക്കെ തിരഞ്ഞെടുത്തത്. നമുക്ക് എന്ത് യോഗ്യതയുണ്ട്? നമ്മുടെ കുടുംബ പാരമ്പര്യമാണോ? നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികളാണോ? ഇല്ല. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിന്? നമ്മുടെ വിളിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ. എന്തിന് ദൈവം എന്നെ വിളിച്ചു? ഇത്രയും പേരെ നാശത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് എന്നെ എന്തിന് വിളിച്ചു?
എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നെ മാത്രം എന്തിനു വിളിച്ചു? എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തെ മാത്രം എന്തിന് ദൈവം വിളിച്ചു? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വായിക്കാം. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തിലേക്ക് വരുമ്പോൾ, മിസ്രൈം ദേശത്ത് നിന്ന് വരുമ്പോൾ 6 ലക്ഷം പുരുഷന്മാരുണ്ടെന്നാണ് പറയുന്നത്. 6 ലക്ഷം പുരുഷന്മാരുണ്ടെങ്കിൽ അവർ യുദ്ധത്തിന് തയ്യാറായിട്ടുള്ള, യുദ്ധം ചെയ്യാൻ കഴിവുള്ള പുരുഷന്മാരായിട്ടുള്ള 6 പേർ. അവരോടൊപ്പം ഒരു കണക്കിന് പ്രകാരം ഒരു പക്ഷേ 6 ലക്ഷം സ്ത്രീകളുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ 12 ലക്ഷമായി. അവരുടെ കൂടെ ഒരു കുടുംബത്തിൽ 2 പേര് വെച്ച് കുഞ്ഞുങ്ങളാണെങ്കിൽ ഏകദേശം അതും ഒരു 12 ലക്ഷം ഉണ്ടായിരിക്കും. എങ്ങനെ പോയിരുന്നാലും ഒരു 20 ലക്ഷം ആളുകളാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുകയെ, 1-2 ആളുകളല്ല, 20 ലക്ഷം ആളുകളെ ഈജിപ്തിൽ നിന്നും കനാൻ ദേശത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാണ്. അതിനെ വിളിച്ചിറക്കാൻ വേണ്ടി നയിക്കപ്പെട്ട ആളോ മോശ എന്ന് പറയുന്ന. മോശയ്ക്ക് ഭയങ്കര ശക്തിയൊന്നുമില്ല, മോശ ഭയങ്കര ജ്ഞാനിയൊന്നുമില്ല. പക്ഷേ മോശയ്ക്ക് ദൈവം കൊടുത്ത ശക്തി, വിക്കനായ മോശയെ ദൈവം ബലമുള്ളവനാക്കി. മോശയുടെ വായ കൊണ്ട് പറഞ്ഞു. കാരണം ദൈവം മോശയുടെ വായോട് കൂടിരുന്നു. ആമേൻ. ഈ ദൈവം നമ്മുടെയും കൂടെ ഉണ്ട്. അതുകൊണ്ട് ലോകത്തിൽ ശക്തിയുള്ളതിനെ മാറ്റി വെച്ചിട്ട് ശക്തിയില്ലാത്തതിനെ, ബലമില്ലാത്തതിനെ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. അതുകൊണ്ട് നമ്മുടെ വിളി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഓക്കെ, വായിക്കാം. ഉള്ളതിനെ ഇല്ലാതാക്കുവാൻ ലോകം നിസ്സാരം എന്ന് കണക്കാക്കുന്നവയെയും നിന്ദ്യമായവയും ഒന്നുമില്ലാത്തവയെയും ദൈവം തിരഞ്ഞെടുത്തു. ലോകം നിന്ദ്യമെന്ന് കണക്കാക്കിയതിനെ എല്ലാം ദൈവം തിരഞ്ഞെടുത്തു. അപ്പൊ ലോകം എന്താണോ നിസ്സാരമെന്ന് കരുതിയത് അതിനെല്ലാം ദൈവം തിരഞ്ഞെടുത്തു. ദൈവം അങ്ങനെ തിരഞ്ഞെടുക്കുവാണ് ഓരോരുത്തരെയും. ദൈവസന്നിധിയിൽ ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിനു തന്നെ. അപ്പോൾ ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വിളി, നമ്മൾ എന്തിനാണ് വിളിച്ചതെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരും വിളിച്ചത്. പ്രിയമുള്ളവർ, ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ മതപരിവർത്തനമല്ല നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഈ ലോകത്തെ ക്രിസ്തീയവൽക്കരിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. ഈ ലോകത്തിന് സുവിശേഷം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്, യേശുവിനെ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്, സ്വർഗരാജ്യത്തിൻ്റെ വഴികൾ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കണം, നമുക്ക് അങ്ങനെ ഒരു രാജ്യം സ്ഥാപിക്കണം, അതൊന്നുമല്ല പ്രിയരെ നമ്മൾ വിളിച്ചിരിക്കുന്നത്. അറിഞ്ഞ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക. നിർബന്ധിച്ചിട്ടല്ല, എന്തെങ്കിലും കൊടുത്ത് പ്രലോഭിപ്പിച്ചിട്ടല്ല, കുറച്ച് പണവും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്തിട്ടല്ല ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ഒന്നുമില്ലാതെ ഈ വചനം കൊടുക്കുമ്പോൾ അവൻ ആവശ്യമുണ്ടോ, ദൈവത്തിന് അവനെ കൊണ്ട് ആവശ്യമുണ്ടോ, തീർച്ചയായിട്ടും അവൻ പ്രതികരിച്ചിരിക്കും. അവൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. യെസ്, ഐ നീഡ് ജീസസ്, എനിക്ക് ഈ യേശുവിനെ വേണം. ഇങ്ങനെയായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം. ഇത് മതപരിവർത്തനമല്ല, മനപരിവർത്തനമാണ്. മാറ്റം വരേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. അല്ലാതെ ഒരു കുളത്തിൽ നിന്ന് നമ്മൾ പിടിച്ച് അടുത്തൊരു കുളത്തിലേക്കല്ല ഇടേണ്ടത്. ഒരു സഭയിൽ നിന്ന് മാറ്റി വേറൊരു സഭയിലേക്കല്ല ഇടേണ്ടത്. ഒരു മിനിസ്ട്രിയിൽ നിന്ന് മാറ്റി വേറൊരു മിനിസ്ട്രിയിലേക്ക് കൊണ്ടുകയറ്റുന്ന ഒരു പ്രവർത്തനമാകരുത്. യേശുവിനെ കൊടുക്കുന്നവരാവണം നമ്മൾ. നമ്മളെ എന്തിനു വിളിച്ചു? ചിന്തിക്കുവിൻ പ്രിയമുള്ളവരെ. ഇന്ന് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഈ ഓഗസ്റ്റ് മാസം 1-ാമത്തെ ആഴ്ചയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ, എന്തിന് ദൈവം എന്നെ വിളിച്ചു, എന്നെ എന്തിന് ദൈവം വിളിച്ചു. നമ്മുടെ വിളി നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വിളിയെക്കുറിച്ച്. 1 കൊരിന്ത്യർ 9:22 വായിക്കാം. 1 കൊരിന്ത്യർ 9:22. അതുകൊണ്ട് സുവിശേഷം എല്ലാത്തരം മീനുകളെയും പിടിക്കുന്നു. എല്ലാത്തരം മീനുകളും ഈ വലയ്ക്കകത്തുണ്ട്. 1 കൊരിന്ത്യർ 9:22. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. പൗലോസ് പറയുവാണ്, ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സഭകൾ, നമ്മുടെ കൂട്ടായ്മകൾ അത് വിശുദ്ധന്മാരുടെ ഒരു ഷോക്കേസ് ആകരുത്. അതായത് നമ്മുടെ സഭയിലുള്ള എല്ലാവരും വിശുദ്ധന്മാർ, നമ്മുടെ സഭയിലുള്ള എല്ലാവരും നീതിമാന്മാർ, നമ്മൾ പാപം ചെയ്യാത്തവർ, നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊരു വിശുദ്ധന്മാരുടെ ഒരു ഷോക്കേസ് ആകരുത് നമ്മുടെ ആരാധനകളും നമ്മുടെ കൂട്ടായ്മകളും നമ്മുടെ സഭകളും. നമ്മുടെ സഭകൾ, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ മിനിസ്ട്രികൾ എല്ലാം ഒരു ഹോസ്പിറ്റലായിട്ട് മാറണം. പാപികൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ, പാപികളെ കൊണ്ടുവന്ന് അവരുടെ മുറിവ് കെട്ടുന്ന ഹോസ്പിറ്റൽ, അവരുടെ പാപം മാറ്റുന്ന ഒരു ഹോസ്പിറ്റൽ, അനേകർക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് മാറണം. അനേകർക്ക് ദൈവരാജ്യം കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് മാറണം. അനേകർക്ക് സൗഖ്യം കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് മാറണം. ലോകം കൊടുക്കാത്ത സമാധാനം കൊടുക്കുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റലായിട്ട് മാറണം നമ്മുടെ സഭകൾ. അവിടെ യേശു ഉള്ള ഒരു സഭ. അവിടെ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ, യേശു മാത്രം. അവിടെ പാസ്റ്റർ അല്ല ഡോക്ടർ, അവിടെ ബ്രദർമാരല്ല ഡോക്ടർ, അവിടെ അച്ഛന്മാരല്ല ഡോക്ടർ. അവിടെ ഒരേ ഒരു ഡോക്ടറേ ഉള്ളൂ, യേശു എന്ന വൈദ്യൻ, യഹോവ റാഫ, സൗഖ്യമാക്കുന്ന ദൈവം. ആ ഡോക്ടർ മാത്രമായിരിക്കണം അവിടെ. അങ്ങനെ ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ യെസ്, സകലവും നമുക്ക് സാധ്യം. അതുകൊണ്ട് പൗലോസ് തന്നെ പറഞ്ഞു, എല്ലാവർക്കും എല്ലാമായി. അതായത് ചിന്തിക്കല്ലേ, ഞാൻ വലിയ നീതിമാനാണ്, ഇത് കേൾക്കുന്നവരൊക്കെ പാപികളാണ്, അവരിൽ നിന്ന് കുറവുള്ളവരാണ്, എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നവരെല്ലാം ഒന്നും അറിഞ്ഞുകൂടാത്തവരും ചിന്തിക്കരുത്.
നമ്മൾക്കും ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ വേണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ വല വീശുക എന്ന് പറയുന്നത് അത് എല്ലാവരെയും ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് വരാനുള്ള ഒരു ക്ഷണമാണ്. അതിലെല്ലാവരും കയറും. എന്നാൽ രണ്ടാമത് വരുന്നൊരു കാര്യമാണ് വേർതിരിക്കുക. സെപ്പറേഷൻ രണ്ടാമത് വരുവാണ്. വേർതിരിക്കുക എന്നാണ് നീതിമാന്മാരുടെ ഇടയിൽ നിന്നും ദുഷ്ടനെ വേർതിരിക്കുക. മത്തായി 13-ാം അധ്യായം അതിൻ്റെ 48 മുതൽ 50 വരെ വായിക്കാം. മത്തായി 13-48 മുതൽ 50 വരെ. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്കുകയറ്റി. അപ്പൊ ഈ വല വീശി നിറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അതിനെ വലിച്ച് കരക്കുകയറ്റി. വലിയ പ്രയാസമായിരുന്നു. ഒരു മനുഷ്യനെ സുവിശേഷം പറഞ്ഞ് അവനെ ഈ വലയിൽ വലിച്ച് കയറ്റാൻ വേണ്ടി വലിയ പ്രയാസമായിരുന്നു. അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. ഒരുപാട് ആരോഗ്യം ചെലവാക്കേണ്ടി വന്നു, ഒരുപാട് സമയം ചെലവാക്കേണ്ടി വന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന്. പ്രിയമുള്ളവരെ, വല വീശാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു, വല എറിയാൻ വേണ്ടി. അതിനുവേണ്ടി നമ്മുടെ ആരോഗ്യം നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും, നമ്മുടെ സമയം കൊടുക്കേണ്ടതായിട്ട് വരും. വല വീശുവാൻ വേണ്ടി വല വീശ്. ഈ ദൈവത്തെക്കുറിച്ച് പറ. വെറുതെ ഇരുന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയും വെച്ചുകൊണ്ടിരിക്കേണ്ട. ഈ വല വീശ്. കുറച്ച് സമയമൊക്കെ ദൈവമായിട്ടിരിക്കുക. ദൈവത്തിൻ്റെ വചനം പറയും. എവിടെ പോകണം, ആരോട് പറയണം? യോനയോട് പറഞ്ഞതുപോലെ, നിന്നെ എവിടെയാണ് വായിക്കേണ്ടത് അവിടേക്ക് പോ. എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം. ഞാൻ എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം? എല്ലാവരും പ്രസംഗിക്കുവാനല്ല ഞാൻ പറയുന്നത്. ആരൊക്കെയോ ഇനിയും ഈ കർത്താവിന് ആവശ്യമുള്ളവരുണ്ട്. ഒരുപാട് പേര് വേദനയിൽ കിടക്കുന്നവരുണ്ട്. അവരുടെ അടുക്കൽ പോയി അവരുടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അവർക്ക് ആശ്വാസം കൊടുക്കുവാൻ, വല വീശുവാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. വല വീശുവാൻ വേണ്ടി, അല്ലേ? ഓക്കെ, ഇവിടെ വീണ്ടും വായിക്കാം. അങ്ങനെ അവർ വലിയ കഷ്ടപ്പെട്ട്, വലിയ പ്രയാസപ്പെട്ട് അവരതിനെ വലിച്ചു കയറ്റി. പ്രിയമുള്ളവരെ, നമ്മളെ നേടുവാൻ വേണ്ടി ഒരുപാട് പേര് വില കൊടുത്തിട്ടുണ്ട്. അവരുടെ സമയവും അവരുടെ ആരോഗ്യമൊക്കെ കളഞ്ഞതുകൊണ്ടാണ് നമ്മളും ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. വായിക്കാം. അവർ ഇരുന്ന് നല്ലത് പാത്രങ്ങളിൽ ശേഖരിക്കുകയും. നല്ലതിനെ അവർ പാത്രങ്ങളിലേക്ക് ശേഖരിച്ച് മാറ്റി. അതാണ് നീതിമാന്മാർ. നല്ലതിനെ, അത് സ്വർഗരാജ്യത്തിന് വേണ്ടി. ഓക്കെ. ചീത്ത എറിഞ്ഞു കളഞ്ഞു, അത് നരകത്തിന് വേണ്ടി അങ്ങ് മാറ്റിക്കളഞ്ഞു, അല്ലെ? നീതിമാനെയും ദുഷ്ടനെയും തമ്മിൽ വേർതിരിക്കുക. അപ്പോൾ ദുഷ്ടൻ ആരാണ്? ദുഷ്ടൻ ഈവിൾ, ദുഷ്ടത്തരം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വിൽഫുള്ളി ബാഡ്. അതായത് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവൻ. അവനറിയാം ഇത് പാപമാണ്, ഇത് തെറ്റാണെന്ന് അവനറിയാം. അങ്ങനെ ചെയ്യുന്നവൻ ദുഷ്ടൻ. അവനെല്ലാം പോകുന്ന ഈ നരകത്തിലേക്കായിരിക്കും. അവനറിയാം യേശു ക്രിസ്തുവിലേക്ക് പോകണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ എന്ന് അവനറിയാം. പക്ഷേ ആ വഴി അവൻ തിരഞ്ഞെടുക്കാതെ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നു. അവസാനം അവൻ ചെന്ന് വീഴുന്നു ആ മരണത്തിലേക്ക്. കരച്ചിലും പല്ലുകടിയുമുള്ള ആ നരകത്തിനകത്തേക്ക് അവൻ ചെന്ന് വീഴും. പ്രിയമുള്ളവരെ, ചിന്തിക്കുക, നമ്മൾ എവിടേക്ക് കയറുന്നു? നമ്മൾ ഈ വലയ്ക്കകത്തുള്ള ആളുകളായിരിക്കാം. എന്നാൽ ഒരു സെപ്പറേഷൻ വരുമ്പോൾ, ഒരു വേർതിരിവ് വരുമ്പോൾ, നമ്മളെ വേർതിരിക്കുന്ന നാളിൽ, നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്ന നാളിൽ നമ്മൾ എവിടെ കയറും? നല്ല മീനുകളായിട്ട്, ആവശ്യമുള്ള മീനുകളായിട്ട് നമ്മൾ സ്വർഗ്ഗരാജ്യത്തേക്ക് കയറുമോ? ഈ തീരുമാനിക്കുന്നത്, ഈ നല്ല മീന് വേണോ, ഈ മീനെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. അത് ഈ വലിച്ചു കയറ്റുന്ന ആരാണോ അയാളാണ് തീരുമാനിക്കുന്നത്. അതായത് ദൈവമാണ് ഈ വല വീശുന്നത്. പലരും ഉപയോഗിച്ചു അത് വീശുന്നു, ജോലിക്കാരെ വെച്ചത് വീശുന്നു. നമ്മൾ ഓരോരുത്തരും വേലക്കാരാണ്. അങ്ങനെ നമ്മൾ വെച്ചത് വല വീശുവാണ്. എന്നാൽ ഇതിലേത് മീനിനെ എടുക്കണമെന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. ആ മീൻ നല്ല മീനാണെങ്കിൽ യെസ്, അവൻ സ്വർഗ്ഗരാജ്യത്തിലേക്ക് കയറും. നീതിമാനെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കും, ദുഷ്ടനെ എറിഞ്ഞു കളയും. അതുകൊണ്ട് നമുക്ക് നീതിമാന്മാരായിട്ട് സ്വർഗ്ഗരാജ്യത്തിൽ കയറാം. എന്നാൽ സാത്താൻ എപ്പോഴും നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, നരകമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അതൊക്കെ ഒരു തോന്നലാണെന്നേ, നമ്മുടെ മനസ്സിലുള്ള ഒരു തോന്നലാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ യെസ്, അതാണ് സ്വർഗരാജ്യം. ദൈവം എന്ന് പറഞ്ഞാലൊന്നും ഇല്ല കേട്ടോ. അതൊരു ശക്തി മാത്രമാണ്. നമുക്ക് പോസിറ്റീവ് എനർജി എന്ത് തരുമോ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, അതാണ് ദൈവം എന്ന് ചിലരൊക്കെ ചിന്തിക്കും. അവരോട് പറയുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മറുപടിയുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. എന്തിനാ? അവർ വഷളന്മാരായി നടന്ന് മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. അപ്പോൾ ദൈവമില്ല എന്ന് ചിലർ പറയാനൊരു കാര്യമുണ്ട്. അതിനെന്താ കാര്യം? അവരുടെ മനസ്സിൽ കുറേ ധാരണകളുണ്ട്. അതൊക്കെ നടപ്പാക്കണമെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ പ്രകാരം, അവരുടെ ചിന്തകൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ പദ്ധതികൾ, എൻ്റെ അങ്ങനെ സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു പോകണമെങ്കിൽ അവർ പറയും ദൈവമില്ല. അങ്ങനെ നോക്കി ദൈവത്തിൻ്റെ വചനം അവരെ വിളിക്കുന്നൊരു പേരാണ് മൂഢ, ഭോഷ. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. മൂഢൻ, ബുദ്ധിയില്ലാത്തവൻ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു ദൈവമില്ല. ദൈവമോ? അതങ്ങനെയൊന്നുമില്ല. ഒരു ശക്തി മാത്രമാണ് ദൈവം. ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇത്രയും ആൾക്കാരെ രക്ഷിക്കാത്ത ദൈവമുണ്ടോ? വിളിച്ചാൽ വിളി കേൾക്കാത്ത ദൈവമുണ്ടോ എന്നൊക്കെ പലരൊക്കെ ചോദിക്കാം. എന്നാൽ ദൈവം ആത്മാവാകുന്നു. ആ ദൈവത്തെ ആത്മാവിൽ സത്യത്തിലുമാണ് നമസ്കരിക്കേണ്ടത് എന്ന് പോലും അവർക്ക് അറിയത്തില്ല. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. എന്തിനാ അവർ പറയുന്നത്? അടുത്ത വാക്യത്തിൽ പറയുന്നു, അവർ വഷളന്മാരായി നടന്ന് മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഒരു മൂഢൻ ദൈവമില്ല എന്ന് പറയുന്നത്?
അവൻ ചെയ്യുന്ന കള്ളത്തരങ്ങൾക്കും അവൻ ചെയ്യുന്ന കുറ്റങ്ങൾക്കും മറുപടി തരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അവന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങൾ പിന്നെ അവന് സമാധാനമായിട്ട് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് ഒരു എളുപ്പ വഴി അവൻ പറയും, ഓ ദൈവമൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ അങ്ങ് പറയും. ഇത് സാത്താൻ്റെ ഒരു വഴിയാണ്, നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി സാത്താൻ്റെ ഒരു വഴി. നിരീശ്വരവാദികൾ പലതും പറയും, ദൈവമില്ല, ചുമ്മാതാ, സ്വർഗരാജ്യമില്ല, അതൊക്കെ ചുമ്മാതാ, കുറേ പേരെ പറ്റിക്കാൻ വേണ്ടി വച്ചിരിക്കുന്നതാ, ഈ ബൈബിളിലൊന്നും വിശ്വസിക്കേണ്ട എന്ന് നിരീശ്വരവാദികൾ പലപ്പോഴും പറയും. എന്നാൽ അവരോട് പറയുന്നു, മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ദൈവം നിന്നോട് ചോദിക്കും. ഇന്ന് രാത്രിയിൽ മൂഢാന്ന് ദൈവം അവനെ വിളിക്കുകയാണ്. മൂഢ, ബുദ്ധിയില്ലാത്തവനെ, നിനക്ക് കുറച്ച് വിവരം ഉണ്ടായിരിക്കാം, നോളജ് ഉണ്ടായിരിക്കാം, നീ പല ഡിഗ്രികളും എടുത്തിട്ട് നീ വന്നിട്ട് യൂട്യൂബൊക്കെ തുറന്നു വെച്ചിട്ട് നീ പറയുക ദൈവമില്ല, ഡിബേറ്റുകൾ വയ്ക്കുമായിരിക്കും. പക്ഷെ നിന്നെ നോക്കി ദൈവത്തിൻ്റെ വചനം വിളിക്കുന്നു, മൂഢ, നിനക്കൊന്നും അറിയത്തില്ല, നിനക്ക് ലോകത്തിൻ്റെ ജ്ഞാനം മാത്രമേ അറിയൂ, നിനക്ക് സത്യത്തിൻ്റെ പരിജ്ഞാനം നിനക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്തുവാ? നിനക്ക് സത്യത്തിൻ്റെ പരിജ്ഞാനം കിട്ടാൻ നീ മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല. മറ്റൊരു ഭാഗത്ത് പറയുന്നു, അതറിയാതിരിക്കാൻ വേണ്ടി, ഈ സത്യം എന്താണെന്ന് ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി, യേശുവിനെ അറിയാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ പ്രഭുവായ, ഈ ലോകത്തിൻ്റെ രാജാവായ സാത്താൻ തന്നെ അവരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചു. അവർക്കറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർക്ക് മറ്റൊരു ലോകത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. അവർ വിചാരിക്കുന്നു, യെസ്, ഞാൻ പഠിച്ച സയൻസും ഞാൻ പഠിച്ച രീതികളും ഞാൻ മനസ്സിലാക്കിയതുമാണ് ശരി. ദൈവം അവനെ നോക്കി വിളിക്കുന്നു, മൂഢ, മൂഢ. ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. പ്രിയമുള്ളവരെ, നമുക്കും ദൈവത്തെ അന്വേഷിക്കുന്നവരായിട്ട് മാറാം. അതുകൊണ്ട് സാത്താൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ചെവിയിൽ എപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരിക്കും, കുഴപ്പമില്ല, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ജീവിച്ചോ, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ പ്രവർത്തിച്ചോ, നരകമൊന്നൊന്നുമില്ല, അതുകൊണ്ട് നിൻ്റെ ഇഷ്ടം പോലെ നീ ജീവിച്ചോ. അങ്ങനെ സാത്താൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇന്ന് നമുക്ക് തയ്യാറാകാം ഈ സ്വർഗരാജ്യത്തിലേക്ക് കയറാൻ. ഈ സ്വർഗരാജ്യത്തിൻ്റെ വല വീശുവാൻ വേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. ചിലരൊക്കെ പറയും, ദൈവം വലിയ സ്നേഹവാനാണ്, ഈ ദൈവം നമ്മളെ ഒരിക്കലും നരകത്തിലേക്ക് വലിച്ചെറിയത്തില്ല, ദൈവം ഒരിക്കലും നമ്മളെ നരകത്തിലേക്ക് തള്ളിയിടരുത്, കാരണം ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണല്ലോ, സ്നേഹമുള്ള ദൈവമാണെന്നല്ലോ എല്ലാവരും പറയാറുണ്ട്. എന്നാൽ ഒരുപക്ഷെ നമുക്കങ്ങനെ സമ്മതിക്കാം, ദൈവം ആരെയും നരകത്തിലേക്ക് തള്ളിയിടുന്നില്ല. പലപ്പോഴും നരകത്തിലേക്ക് പോകുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ, ദൈവം അവരെ അയച്ചതല്ല, സ്വന്തമായിട്ട് തന്നെ അവർ വഴി വെട്ടി അവർ വഴിയെ കൂടെ പോയി ചെന്ന് നരകത്തിൽ ചെന്ന് വീഴുകയാണ്. അല്ല ദൈവം അവരെ കൊണ്ടിട്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. അവർ സ്വന്തമായിട്ട് തന്നെ, അവർക്കൊരു വഴി ഉണ്ടായിരുന്നു. സ്വർഗരാജ്യത്തേക്ക് പോകണോ നരകത്തിൽ പോകണമോ തീരുമാനിക്കാമായിരുന്നു. ചിലർ ആ വഴി കണ്ടെത്തി, സ്വർഗരാജ്യത്തിൽ കയറാനുള്ള വഴി കണ്ടെത്തി അങ്ങോട്ട് കയറി. ചിലർക്കാണെങ്കിലോ അതൊന്നും ആവശ്യമില്ല, എനിക്ക് പ്രാർത്ഥന വേണ്ട, എനിക്ക് കൂട്ടായ്മ വേണ്ട, എനിക്ക് വചനം വേണ്ട, എനിക്ക് ദൈവത്തെ വേണ്ട, എനിക്ക് ആരാധിക്കേണ്ട, എനിക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കും, കാരണം എനിക്ക് പണമുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് സകലമുണ്ട്. അഹങ്കാരികളായിട്ട് നടന്ന് അവരവസാനം ചെന്നെത്തും നരകത്തിലേക്ക്. പ്രിയമുള്ളവരെ, നമുക്കങ്ങനെ പോകാതെ നമുക്ക് ജീവൻ്റെ വഴിയെ പോയി സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിച്ച് നമുക്ക് സ്വർഗരാജ്യത്തിൽ ചെന്നെത്തുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് ചെന്നെത്തുവാനായിട്ട് തയ്യാറാകാം. അതുകൊണ്ട് ഇന്ന് ഈ ദൈവം നമ്മുടെ മുമ്പേ ഒരു കാർഡ് വയ്ക്കുകയാണ്, ഒരു ഫ്രീ കാർഡ്, ജയിൽ ഫ്രീ കാർഡ് നമ്മുടെ മുമ്പിൽ വയ്ക്കുവാണ്. ജയിൽ, അതായത് നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് അവസാനം ചെന്ന് കിടക്കുന്ന ജയിൽ, ആ മരണം, ആ ജയിലിൽ നിന്ന് നമ്മൾ ഫ്രീ ആക്കാൻ വേണ്ടി ഒരു കാർഡ് നമുക്ക് തരുവാണ്. എത്ര പേർക്ക് ഈ കാർഡ് വേണം? ഈ കാർഡ് വേണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെടുക, രക്ഷയെ ഏറ്റുപറയുക, എന്നിട്ട് മറ്റുള്ളവരോടും ഈ സത്യം അറിയിക്കുക, ദൈവത്തിൻ്റെ നീതിയുടെ വചനപ്രകാരം നമ്മൾ ജീവിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് നമുക്ക് വലയറിയാം, അനേകരെ കയറുവാൻ വേണ്ടി, അനേകർക്ക് കയറുവാനുള്ള സ്വർഗരാജ്യം എന്ന് പറയുന്ന വലയെ നമുക്കറിയാം. അനേകർ അതിലേക്ക് കയറട്ടെ, നമ്മൾ അനുഭവിച്ച ക്രിസ്തുവിനെ അവരും അറിയട്ടെ. അങ്ങനെ നമുക്ക് ഈ വലയറിയാം. പ്രിയരെ, ഈ ദൈവത്തെ സ്വീകരിച്ച് നമുക്ക് നീതിമാന്മാരാകാം. ഈ ദൈവത്തെ സ്വീകരിച്ച് നമുക്ക് നീതിമാന്മാരാകാം. ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞ് ദുഷ്ടന്മാരാകാതെ, നരകത്തിലേക്ക് പോകാതെ, ഈ ദൈവത്തെ സ്വീകരിച്ച്, ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് നമുക്ക് നീതിമാന്മാരായി സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് മാറാം. യേശുക്രിസ്തു പറഞ്ഞ പോലെ വീണ്ടും 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 നമ്മളെ ദൈവം വിളിക്കുവാണ്. വീണ്ടും സ്വർഗരാജ്യം എല്ലാ തരം മീനുകളും കയറുന്ന ഒരു വലയോട് സദൃശ്യം. ഇന്ന് ഈ വല നിൻ്റെ വീട്ടിൻ്റെ മേൽ വന്നിരിക്കുന്നു, നിൻ്റെ മേൽ വന്നിരിക്കുന്നു. നീ വലയ്ക്കകത്ത് കയറി നീ നല്ല മീനാണോ? സന്തോഷം, നല്ല കാര്യം. ഇതുപോലെ നീയും വല വീശ് അനേകർക്ക് വേണ്ടി. നീ പഠിക്കുന്ന സ്ഥലത്തായിരിക്കാം, ജോലി ചെയ്യുന്ന സ്ഥലത്തായി, എവിടെയാണെങ്കിലും നിനക്കൊരവസരം ദൈവം ഒരുക്കിത്തരും. വല വീശ് അനേകരെ നേടുവാൻ. അപ്പോൾ ഞാൻ പറയട്ടെ, ഇത് മതപരിവർത്തനമല്ല, ഇതൊരു മനപരിവർത്തനമാണ്. നിർബന്ധിച്ച് പണം കൊടുത്ത് ആരെയും വലിച്ചു കയറ്റാനുള്ള വഴിയല്ല ഇത്. ഇത് സ്നേഹത്തിൻ്റെ വഴിയാണ്. ഇത്
സഹനത്തിൻ്റെ വഴിയാണ്, ഇത് സഹിക്കുവാനുള്ള വഴിയാണ്. കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ഇതിനകത്ത് ജയിലുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്, തള്ളിക്കളയുന്ന അവസരങ്ങളുണ്ട്, ഏകാന്തതയുണ്ട്. അവിടെയും ലോകത്തെ ജയിച്ച ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ആമേൻ. ഈ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ യെസ്, നമ്മൾ ചെന്ന് കയറും അവസാനം ആ സ്വർഗ്ഗരാജ്യത്തിൽ. അതിൻ്റെ അവകാശികളായിട്ട് നമുക്ക് മാറാം. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും വീണ്ടും ഈ വചനങ്ങൾ കേൾക്കുക, അനുഗ്രഹിക്കപ്പെടുക. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ വചനം കേൾക്കുവാൻ ഞങ്ങളങ്ങ് സഹായിച്ചല്ലോ. സ്വർഗരാജ്യം എല്ലാ മീനുകളും കയറുന്ന ഒരു വലയോട് സദൃശ്യം എന്നങ്ങ് ഞങ്ങൾ പറഞ്ഞല്ലോ കർത്താവേ. അതുപോലെ ആരൊക്കെയോ വന്ന് അങ്ങയുടെ ആത്മാവ് പറഞ്ഞയച്ചു, ആ വല വീശിയപ്പോൾ കയറിയവരാണ് ഞങ്ങളും കർത്താവെ ആ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് മാറുവാൻ അങ്ങ് വേർതിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ നീതിമാന്മാരായി സ്വർഗരാജ്യത്തിലേക്ക് കയറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമേ, ആരെല്ലാം ഈ വലയ്ക്കകത്ത് കയറാത്തവരായിട്ടുണ്ടോ അങ്ങനെയുള്ളവരെ കണ്ടെത്തി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ദൈവം പറയുന്ന സ്ഥലങ്ങളിൽ വല വീശുവാൻ ഞങ്ങളെ സഹായിക്കണമേ അപ്പ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ കർത്താവേ, യഥാർത്ഥ രക്ഷയുടെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ കർത്താവേ. എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കുന്ന മക്കളായി ഓരോരുത്തരും വളരട്ടെ കർത്താവേ. ദൈവമേ, ഈ ലോകത്ത് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നിരുന്നാലും ഞങ്ങളുടെ അടിസ്ഥാനം ക്രിസ്തു എന്ന വചനത്തിലാണെങ്കിൽ, ദൈവമെന്ന പാറമേലാണെങ്കിൽ, എത്ര വലിയ കൊടുങ്കാറ്റോ എത്ര വലിയ തിരമാലയോ എത്ര വലിയ രോഗങ്ങളോ വരട്ടെ, ഞങ്ങൾ ഒരിക്കലും തകർന്നു പോവുകയില്ല. എല്ലാവർക്കും ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കട്ടെ അപ്പ. എൻ്റെ രോഗം മാറ്റിയാലും ഇല്ലെങ്കിലും ഈ ദൈവമാണ് എൻ്റെ ദൈവം. എൻ്റെ ജീവൻ അപകടത്തിലായാലും ഇല്ലെങ്കിലും ഈ ദൈവമാണ് എൻ്റെ ദൈവം. എന്നെ ജയിലിൽ അടച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവമാണ് എൻ്റെ ദൈവം. ആ ഒരു വിശ്വാസത്തിൽ ഓരോരുത്തർക്കും മുമ്പിലോട്ട് പോകുവാൻ, അനേകരെ ദൈവത്തിന് വേണ്ടി നേടുവാൻ, അനേകരോട് യേശു ക്രിസ്തുവിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ, അനേകർക്ക് ആശ്വാസം പകരുന്നവരായി കർത്താവെ, ആരും നിർബന്ധിച്ചിട്ടല്ല, സ്നേഹത്തോടു കൂടെ സ്നേഹത്തിൻ്റെ വഴിയിൽ മുമ്പിലോട്ട് നീങ്ങുവാൻ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം അങ്ങയുടെ ആത്മാവിലൂടെ ഞങ്ങൾ കേൾപ്പിച്ചല്ലോ, അതിനായി സ്തോത്രം. അങ്ങയുടെ ആത്മാവിന് ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു അപ്പ. ഈ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളിലും അങ്ങ് കൂടിയിരിക്കണമേ. ഈ ഒരു മാസം മുഴുവൻ, ഈ ഒരാഴ്ച മുഴുവൻ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ, ഞങ്ങളുടെ കാര്യങ്ങളിലെല്ലാം അങ്ങ് കൂടിയിരിക്കണമേ കർത്താവെ. അങ്ങനെ ഞങ്ങൾക്ക് അധികമായിട്ട് കർത്താവ് ഞങ്ങൾക്ക് വേണം. അധികമായിട്ട് അങ്ങയുടെ സൗഖ്യവും അങ്ങയുടെ വിടുതലും അങ്ങയുടെ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വേണം കർത്താവെ. അങ്ങ് ഞങ്ങളെ വിട്ടുപിരിയാതെ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ അങ്ങ് വന്ന് വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ആവശ്യമായ അനുഗ്രഹങ്ങളും നന്മകളും തന്നു നിറയ്ക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. ദൈവത്തിൻ്റെ വചനപ്രകാരം നിൽക്കുക. ഇത് അനേകർക്ക് അനുഗ്രഹമാകുവാൻ ഈ വചനം അനേകർക്ക് പങ്കുവയ്ക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എല്ലാവർക്കും ഈ ഒരു മാസം, ഓഗസ്റ്റ് മാസം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുന്ന ഒരു മാസമായി, അതുപോലെ ജോലികളില്ലാത്തവർക്ക് നല്ല ജോലികൾ ലഭിക്കുന്ന ഒരു മാസമായി, പരീക്ഷകൾക്ക് നല്ല വിജയം നേടുന്ന ഒരു മാസമായി, ജോലികൾക്ക് പോകുന്നവർക്ക് നല്ല വരുമാന മാർഗങ്ങൾ ലഭിക്കുന്ന ഒരു മാസമായി, അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുന്ന ഒരു മാസമായി, അനേകർക്ക് പ്രത്യാശ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന, വിശ്വാസം പകർന്ന വാക്കുകൾ പകർന്നു കൊടുക്കുന്ന ഒരു മാസമായി ഈ ഒരു മാസത്തെ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബജീവിതങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളൊക്കെ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു ഓഗസ്റ്റ് മാസം നമുക്കുണ്ടാകട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി വാണിടുന്നു. ഈ ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും,
എൻ്റെ ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി വാണിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പോറ്റിടുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവർ എന്നെ ക്ഷേമമായി പോറ്റിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. എൻ്റെ ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. ഈ മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. എൻ്റെ ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ നമ്മളെ ഭോഷൻ എന്നായിരിക്കും കാണുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട്, ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് പലരും നമ്മളെ കളിയാക്കിയായിരിക്കാം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്രയോ പേര് ദൈവത്തിൻ്റെ വചന നിമിത്തം കഷ്ടങ്ങളും പീഡനങ്ങളും വേദനകളും ഒക്കെ സഹിക്കുന്നു. എതിർപ്പുകളും നിന്ദകളും ഒക്കെ സഹിക്കുന്നവരുണ്ട്. എന്നാൽ അപ്പോഴും ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ ലോകം നിന്നെ ഭോഷനെന്നെണ്ണിയാലും ഞാൻ നിന്നെ ശ്രേഷ്ഠനായി എണ്ണുന്നു. അവിടെ സ്വർഗരാജ്യത്തിൽ നമ്മളെ ദൈവം ശ്രേഷ്ഠരായിട്ട് വാഴുവാനായിട്ട് നമുക്കുള്ള എല്ലാ വാസസ്ഥലങ്ങളും ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യനിൽ നമ്മൾ ആശ്രയിക്കേണ്ട. ഇന്ന് കണ്ട് നാളെ മറയുന്ന മനുഷ്യർ, ഇന്നൊരു വാക്ക് പറഞ്ഞാൽ നാളെ വാക്ക് മാറ്റി പറയുന്ന മനുഷ്യർ, അവരിൽ നമ്മൾ ആശ്രയിക്കേണ്ട. ഒരിക്കലും മാറാത്ത, ഒരിക്കലും നിലയ്ക്കാത്ത, ഒരിക്കലും വിശ്വസ്തതയിൽ നിന്നും പിന്മാറിപ്പോവാത്ത, ഒരിക്കലും തൻ്റെ ഉടമ്പടിയെ മറന്നു കളയാത്ത ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ ഈ യാത്ര നമ്മൾ പറഞ്ഞതുപോലെ ഭയമില്ലാതെ, പേടിയില്ലാതെ, നിരാശയില്ലാതെ നമുക്ക് മുമ്പിലോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. കർത്താവ് പറഞ്ഞതുപോലെ, ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവിനറിയാം ഈ ലോകത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് നിന്ദകളും പരിഹാസങ്ങളുമുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഈ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടുകൂടെ നമുക്ക് മുമ്പിലോട്ട് പോകാം. ഈ യാത്രയിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.